കൊല്ലം മുളിയകോവിലിൽ മുത്തശ്ശിയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കൊച്ചുമകളും ഭർത്താവും പിടിയിൽ. മുളിയകോവിൽ സ്വദേശി പാർവതി, ഉമയനല്ലൂർ സ്വദേശി ശരത് എന്നിവരാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കവർച്ച. 85 വയസ്സുള്ള യശോദയുടെ കൈവശമുള്ള സ്വർണവും പണവും തട്ടിയെടുക്കാൻ കൊച്ചുമകൾ പാർവതിയും ഭർത്താവ് ശരത്തും കാത്തിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ സമയം നോക്കി ലക്ഷ്യം നടപ്പാക്കി. മുത്തശ്ശിയെ കെട്ടിയിട്ട് ദേഹത്തണിഞ്ഞിരുന്ന കമ്മലും വളയും കൈക്കലാക്കി. അലമാരയിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി താക്കോൽ ചോദിച്ചെങ്കിലും യശോദ നൽകിയില്ല. തുടർന്ന് അലമാര കുത്തിത്തുറന്ന് 25,000 രൂപ കവർന്നു. പിന്നാലെ ഇരുവരും രക്ഷപ്പെട്ടു. യശോദയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. പാരിപ്പള്ളിയിലെ ലോഡ്ജിലാണ് പ്രതികൾ താമസിച്ചത്. ഇതറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും അവിടെ നിന്ന് കടന്നിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ദമ്പതികൾ തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലാക്കി. ഇന്നലെ രാത്രിയോടെ കഴക്കൂട്ടത്ത് നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രതികളെ പിടികൂടി. മറ്റൊരു മോഷണക്കേസിലും ശരത് പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് ദിവസമായ ഒരു വീഡിയോ ഇട്ടിട്ട് മറ്റൊന്നുമല്ല, കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഞാൻ അല്പം ബിസി ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ കണ്ട പോലെ കൊല്ലത്ത് ഒരു വൃദ്ധയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമസ്കാരം. കൊല്ലം ഉളിയകോവിലിൽ മുത്തശ്ശിയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കൊച്ചുമകളും ഭർത്താവും പിടിയിൽ. ഉളിയകോവിൽ സ്വദേശി പാർവതി, ഉമയനല്ലൂർ സ്വദേശി ശരത് എന്നിവരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ഇവരുടെ കവർച്ച. 85 വയസ്സുള്ള ഉളിയകോവിൽ സ്വദേശി യശോദയുടെ കൈവശമുള്ള സ്വർണവും പണവും തട്ടിയെടുക്കാൻ കൊച്ചുമകൾ പാർവതിയും ഭർത്താവ് ശരത്തും കാത്തിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ സമയം നോക്കി ലക്ഷ്യം നടപ്പാക്കി. മുത്തശ്ശിയെ കെട്ടിയിട്ട് ദേഹത്തണിഞ്ഞിരുന്ന കമ്മലും വളയും കൈക്കലാക്കി. അലമാരയിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി താക്കോൽ ചോദിച്ചെങ്കിലും യശോദ നൽകിയില്ല. തുടർന്ന് അലമാര കുത്തി തുറന്ന് 25,000 രൂപ കവർന്നു. പിന്നാലെ ഇരുവരും രക്ഷപ്പെട്ടു. മുത്തശ്ശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. പാരിപ്പള്ളിയിലെ ലോഡ്ജിലാണ് പ്രതികൾ താമസിച്ചിരുന്നത്. ഇതറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും അവിടെ നിന്ന് കടന്നിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ദമ്പതികൾ തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലാക്കി. ഇന്നലെ രാത്രിയോടെ കഴക്കൂട്ടത്ത് നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രതികളെ പിടികൂടി. ശരത്ത് മറ്റൊരു മോഷണക്കേസിലും പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, കൊല്ലത്തൊരു വൃദ്ധയ്ക്ക് നേരെയാണ് ഒരു കവർച്ച ശ്രമം നടന്നത്. അതും സ്വന്തം കൊച്ചുമകളും ഭർത്താവും കൂടി. ഒന്ന് ആലോചിച്ച് നോക്കുക. വൃദ്ധർക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വല്ല രക്ഷയുണ്ടോ? ഇപ്പം യുവതലമുറയാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. എന്തിൻ്റെ കേടാണ് ഇത് നിങ്ങൾക്ക്? പണിയെടുത്ത് ജീവിച്ചൂടെ? അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? അല്ലെങ്കിൽ മാന്യമായിട്ട് നടന്നൂടെ? ഇങ്ങനെ സ്വന്തം മുത്തശ്ശിയെ ഇങ്ങനെയൊക്കെ ചെയ്യണം? നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡാഷ് മക്കളെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യണം. അല്ലാതെ ഇത് കണ്ടില്ല ഇത് നമ്മൾ കണ്ടിട്ട് കാണാത്ത പോലെ നടിക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് മുതിർന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നമ്മൾ കണ്ടിട്ടും കാണാത്ത രീതിക്ക് പോകുന്ന സംഭവങ്ങളാണ് ഞാൻ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, ഇത് സാധാരണ ഒരു സംഭവമല്ല. ഇങ്ങനെയുള്ളവർ എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ഒരു പ്രവണത വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും. സ്വന്തം
രക്തത്തോട് ഇങ്ങനെ കാണിക്കുന്ന ഇവർ നാളെ സമൂഹത്തിലിറങ്ങി ഇങ്ങനെ ആവർത്തിക്കത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ആവർത്തിക്കും. കാരണം ഇതവർക്ക് ഒരു ചേഷ്ടയാണ്, ഒരു ജീവിതചര്യ കണക്കവർ പിന്തുടർന്നുകൊണ്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിച്ചോ. അപ്പോൾ എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സമൻ ഫ്രം നേർക്കാഴ്ച.